സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് 3 മാസം കഴിഞ്ഞിട്ട് എന്താ പറയുക നമുക്ക് ജോലിയൊക്കെ ചെയ്ത് തുടങ്ങാം എന്നൊരു കണക്കൂട്ടിലൊക്കെ ഇരുന്നപ്പം ഞാൻ എന്തായാലും ഡാൻസിന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ജോലി എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് എന്താ, അതുകൊണ്ട് നമ്മൾ എന്താ പറയുക അതിൻ്റെ കൂടെ എല്ലാം ചെയ്ത്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പം അടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് അമർത്തിയേക്കണം, എന്നാലും നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സി സെക്ഷനെ പറ്റിയും ഡെലിവറി ഓൾമോസ്റ്റ് 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പാർട്ടായിട്ട്. ഇത് ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ച വീഡിയോ അല്ല, കുറച്ച് റിക്വസ്റ്റിൻ്റെ പേരിൽ ചെയ്യുകയാണ്. ചേച്ചിക്ക് സി സെക്ഷൻ അല്ലായിരുന്നോ, സി സെക്ഷൻ കഴിഞ്ഞ ആൾക്കാർക്ക് നമുക്ക് എപ്പം മുതൽ ജോലി ചെയ്യാം, എന്തൊക്കെ ജോലി ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്താണ് ചെയ്യുന്നത്, എൻ്റെ റൂട്ടീൻ എന്താണ്, അതേപോലെ എൻ്റെ പ്രസവരക്ഷ കഴിഞ്ഞ അമ്മ പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫസ്റ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞിൻ്റെ തുണികൾ അത്യാവശ്യം കഴുകിയിടാനൊക്കെ പറ്റുമെങ്കിൽ പറ്റുമെന്ന് വെച്ചാൽ അങ്ങനെയാണ്. 56 കഴിയുമ്പം കഴുകി നമ്മൾ റിക്കവറായിട്ട് വരണമെന്നാണ് എല്ലാവരും പറയാറ്. നിങ്ങൾ ഡയപ്പറൊക്കെ യൂസ് ചെയ്ത് തുടങ്ങുന്ന ആൾക്കാരാണെങ്കിൽ ഇത്രയും റിസ്ക് വരത്തില്ല. നമ്മളിപ്പോൾ നോക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടിയുടെ ഹെൽത്ത് എപ്പോഴും സേഫായിട്ടിരിക്കണം. അതുകൊണ്ട് നമ്മൾ തുണി തന്നെയാണ് യൂസ് ചെയ്യുന്നത്. തുണി ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുട്ടിക്ക് പെട്ടെന്ന് പെട്ടെന്നുള്ള രോഗമൊന്നും വരാതെ നമുക്ക് കുറച്ച് റിസ്ക് കൂടുതലാണ് എന്നതൊഴിച്ച് നമ്മുടെ കുട്ടി സേഫാണ്. ഓക്കെ, അപ്പോൾ ആ തുണിയൊക്കെ കഴുകി വിരിച്ചിടാനായിട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് നമ്മൾ കുഞ്ഞിൻ്റെ തുണിയെല്ലാം കഴുകിയിട്ടപ്പോൾ ഫസ്റ്റ് നമ്മൾ കുറച്ച് നേരം മുക്കി വെക്കാനാണ് നിങ്ങൾ നേരത്തെ കണ്ടത്. അതിനുശേഷം നമ്മൾ കല്ലിലൊക്കെ കൊണ്ടുപോയി കഴുകിയിട്ട് വിരിച്ചിടാണ് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ദിവസം ഇങ്ങനെയൊക്കെ തന്നെ കാരണം. പിന്നെ എൻ്റെ തുണി ഉണ്ടായിരുന്നു, അതും കഴുകി ഇട്ടു. അപ്പോൾ നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞു. ഞാനെല്ലാം വിരിച്ചിട്ടിട്ട് വന്നപ്പോഴത്തേക്ക് ഇവൻ കരച്ചിലായി. അങ്ങനെ ഞാൻ താഴെപ്പോൾ ഇവനെ എടുത്തുകൊണ്ട് വന്നു. ഇനി അടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രസവരക്ഷ ചെയ്യുന്ന അമ്മമാർ പറഞ്ഞു തരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് തൂക്കാം. 45 കഴിയുമ്പോഴത്തേക്ക് തൂക്കാം. ഒരുപാട് ആഞ്ഞ് തൂക്കുക എന്നല്ല, നമ്മുടെ നടു ഒന്ന് വലിയാൻ വേണ്ടിയിട്ടാണ് തൂക്കാൻ പറയുന്നത്. അത് ദിവസം ഒരു നേരം വേണേലും മതി. ഞാൻ എൻ്റെ റൂം തൂക്കാറുണ്ട്. അത് തൂക്കാമെന്ന് പറഞ്ഞാൽ ഒരുപാട് കുനിഞ്ഞ് തൂക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് സി സെക്ഷൻ കഴിഞ്ഞ ആളുകൾക്ക്. അങ്ങനെയാണ് എനിക്ക് എൻ്റെ പ്രസവരക്ഷ ചെയ്ത അമ്മ പറഞ്ഞു തന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഹെൽത്ത് നോക്കേണ്ടതും നിങ്ങൾക്ക് എന്തൊക്കെ ജോലി ചെയ്യാൻ പറ്റും നമ്മൾ ചെയ്ത് നോക്കുമ്പോഴേ അറിയാമായിരിക്കും. എല്ലാവർക്കും ഒരേപോലെ ആവണമെന്നില്ല. കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യം ഇതൊക്കെയാണ്. ഓൾമോസ്റ്റ് സാധാരണ എല്ലാവരും സി സെക്ഷൻ കഴിഞ്ഞ ആൾക്കാരെല്ലാം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഇത് രണ്ടും ഇവൻ്റെ കഴിവിടും. പിന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ തൂക്കും. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഇപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു റൂട്ടീൻ എന്ന് പറയുന്നത് കഴിഞ്ഞാൽ ഡാൻസിന് പോകുന്നുണ്ട്. ഡാൻസിന് ഭയങ്കരമായിട്ട് ചാടുന്നില്ല, പക്ഷെ തിരുവാതിരയും കൈകൊട്ടിക്കളിയൊക്കെ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു മത്സരമൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ. അതിനുശേഷം പിന്നെ നമ്മൾ വീട്ടിൽ വരുന്നു, എല്ലാം അങ്ങനെ പോണു. പിന്നെന്താ, ഞാൻ ഓൾമോസ്റ്റ് വിചാരിച്ചെന്ന് പറഞ്ഞാൽ സാധാരണ ഞാൻ കേട്ടിട്ടുണ്ട് 3 മാസം കഴിഞ്ഞിട്ട് നമുക്ക് ജോലിയൊക്കെ ചെയ്ത് തുടങ്ങാം എന്നൊരു കണക്കൂട്ടിലൊക്കെ ഇരുന്നപ്പം ഞാൻ എന്തായാലും ഡാൻസിന് പോകുന്നുണ്ടല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് ജോലി എടുക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ട് എന്താ, അതുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ എല്ലാം ചെയ്ത് പോകണം. നമുക്ക് നമ്മുടെ പ്രഗ്നൻസിക്ക് മുന്നേ നമ്മൾ എങ്ങനെയായിരുന്നോ അതുപോലല്ല, നമ്മുടെ കുഞ്ഞിനാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. അപ്പം ആ ഒരു പ്രയോറിറ്റി നമ്മൾ കൂടെ കൊണ്ടുപോകണം. നമ്മുടെ ലൈഫ് പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു നിമിഷമാണ് നമ്മുടെ കുഞ്ഞ് വരുമ്പം. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.